പഹൽഗാമിൽ നിരപരാധികളെ കൂട്ടക്കുരുതി ചെയ്ത ഭീകര സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ മേധാവി ഷാഹിദ് കൂട്ടായി അടക്കം 3 ഭീകരർ ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. ഷോപ്പിയാനിലെ കെല്ലർ ഭാഗത്ത് ഓപ്പറേഷൻ കില്ലർ എന്ന പേരിൽ സുരക്ഷാ സേന നടത്തിയ നടപടിക്കിടയിലാണ് കൊല ചെയ്തത്. ഷാഹിദിനൊപ്പം സുരക്ഷാ സേന വധിച്ച അഗ്ദാൻ ഷാഫിദർ, ഹാരിസ് നസീർ എന്നിവർ ലഷ്കർ-ഇ-തോയ്ബ ഭീകരരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിന്റെ ആസൂത്രകനാണ് ഷാഹിദ് കൂട്ടായി എന്നാണ് വിവരം. സുരക്ഷാ ഏജൻസികൾ ഇതേക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കെല്ലർ വനപ്രദേശത്ത് ഭീകരരുണ്ടെന്ന രഹസ്യ വിവരം കിട്ടിയിരുന്നു സുരക്ഷാ സേനയ്ക്ക്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ തെരച്ചിൽ നടത്തിയത്. ഇതിനിടെ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായത്. പ്രത്യാക്രമണത്തിൽ 3 ഭീകരരും കൊല്ലപ്പെടുകയായിരുന്നു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായി കരുതുന്ന ആദിൽ ഹുസൈൻ തോക്കർ, അലി ഭായ്, ഹാഷി മുസ എന്നീ ഭീകരരെ പിടികൂടുന്നതിനായി സുരക്ഷാ ഏജൻസികൾ പോസ്റ്റുകൾ സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഇവിടെ ഏറ്റുമുട്ടലുണ്ടായത്. ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്.